അങ്ങനെ 2025 പടിയിറങ്ങുകയാണ്. നമ്മൾ ഈ 2025 ദേശീയപാത 66 വികസനങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കണ്ടു. അതുപോലെ തന്നെ കുറേ പോസിറ്റീവും കുറേ നെഗറ്റീവുമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാനും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാനൊരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. 2026 നിങ്ങൾക്ക് നല്ലൊരു വർഷമായി തീരട്ടെ. നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ 2026 നേടിയെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ തുടർന്നും 2025 നൽകിയ അതേ സപ്പോർട്ട് തന്നെ 2026 നിങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിഷാദ് പടിഞ്ഞാറ്റുമുറി ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ 2026. ഇവിടെ നിൽക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റിന് നിർമ്മാണമുണ്ട്. ആ സ്ഥലം എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അതുപോലെ തന്നെയാണ് ഈ ഭാഗത്തും പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ 2025 കഴിയാനായി. നമ്മളെല്ലാവരും വിചാരിച്ചു മലപ്പുറം റീച്ചിൻ്റെ പണികൾ പൂർത്തീകരിച്ച് 2025 നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ്. പക്ഷേ 1-2 കാരണങ്ങളാൽ വീണ്ടും അത് നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ 1-2 കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഉണ്ടായ സംഭവം നമ്മളെ കൂരിയാടാണ്. കൂരിയാട് മണ്ണിടിച്ചിൽ 2025 മെയ് 19 ഉണ്ടായത്. അതിനുശേഷം കുറച്ച് നാൾ പണികൾ നിർത്തിവെച്ച് പിന്നീട് രണ്ടാമത് പണികൾ ആരംഭിച്ചു. അപ്പോൾ ഇവിടെ വയഡക്റ്റാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് ഇതേമാതിരി വേറൊരു വിഷയം ഉണ്ടായിരുന്നു. നമ്മളെ കുറ്റിപ്പുറം പന്തേപാലം ഭാഗത്ത് ഒരു മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിർമ്മിച്ചിരുന്ന RE ബ്ലോക്ക് തള്ളി നേരെ സർവീസ് റോഡിലേക്ക് വീഴുക ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ കൂരിയാട് ഭാഗത്തുണ്ടായത്. പക്ഷേ എന്തായാലും വളരെ വേഗതയിൽ തന്നെ KNRCL ഈ കൂരിയാട് ഭാഗത്തുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2026 പകുതിയോടുകൂടി നമുക്ക് മിക്കവാറും ഇതിൻ്റെ മുകൾ ഭാഗത്ത് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും വേഗതയിലാണ് പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇവിടെ പീർ ക്യാപ്പിൻ്റെ വർക്ക്, അതിൻ്റെ ഷട്ടറിങ് ആണിത്. അതിൻ്റെ അടിഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റേജ്. അപ്പോൾ അവിടെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തുള്ള പീർ ക്യാപ്പിൻ്റെ. അപ്പോൾ വർക്ക് കഴിഞ്ഞ ശേഷം അതിൻ്റെ അടിഭാഗത്തുണ്ടായിരുന്ന സ്റ്റേജുകൾ ഇവിടുന്ന് മാറ്റുകയാണ്. ഇത് കൂരിയാട് സർവീസ് റോഡ് എന്നും ചർച്ചയാണ്. കൂരിയാട് സർവീസ് റോഡ് കാരണം കൂരിയാട് ഈ വയഡക്റ്റിൻ്റെ പണി നടക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കായിരുന്നു. ഇപ്പം എന്തായാലും പണികളൊക്കെ ശേഷം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണി പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും പിന്നീട് വയഡക്റ്റ് മുഖാന്തരമാണ് കടന്നു പോവുക. അപ്പോൾ അതുകൊണ്ട് സർവീസ് റോഡിലെ തിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. കാരണം സമീപപ്രദേശത്തുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ പിന്നീട് ലോക്കൽ ബസ്സുകൾ മാത്രമേ ഈ സർവീസ് റോഡ് കൂടെ പിന്നെ പോകണ്ടാവുള്ളൂ. കണ്ട തകൃതിയായിട്ട് പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിന്നീട് ഈ സാധനം അഴിച്ചു മാറ്റിട്ടോ. അതിൻ്റെ വർക്കാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ സർവീസ് റോഡിൽ ബ്ലോക്കാട്ടോ. ഈ വീഡിയോ എന്തായാലും വടകരക്കാരും അതുപോലെ തന്നെ കൊല്ലത്തുള്ള ആളുകളും കാണണം കേട്ടോ. കാരണം മെയ് 19 ഇവിടെ ഈ അപകടം സംഭവിച്ചത്. അതിനുശേഷം ഏകദേശം 7 മാസം കൊണ്ടാണ് ഇത്രത്തോളം സ്ട്രക്ചർ ഇവിടെ കയറിയിരിക്കുന്നത്. ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കണം. അതിലേശം പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇതേമാതിരി ഗാർഡർ ലോഞ്ചിങ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഡെക്ക് ഷീറ്റും സ്റ്റീൽ ബൈനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വടകരക്കാർ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ അവിടെ വേണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരുമായി തോന്നുന്നു. കാരണം ഏകദേശം ഒരു 1-1.5 കൊല്ലത്തോളമായിട്ട് ആ പണികൾ ഒരു അനക്കമുണ്ടെന്ന് വെച്ചാൽ ചെറിയ തുല്യ അനക്കമുണ്ട്, അല്ലാണ്ട് വേറെ കാര്യമായിട്ട് അനക്കങ്ങളൊന്നും ആ ഭാഗത്ത് നടന്നിട്ടില്ല. പിന്നെ കൊല്ലം കരുനാഗപ്പള്ളി അവിടെ ഇതേമാതിരത്തെ ഒരു പാലം വരുന്നുണ്ട്. അവിടേക്ക് ഇതേ സമാനമായ അവസ്ഥയാണ്. ഇതേ ഗതാഗതക്കുരുക്ക് തന്നെ എന്ന് വെച്ചാൽ വടകര ഭാഗത്തുള്ള അതേ റോഡ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കാരണം വടകര ഭാഗത്തുള്ള റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ കോഴിക്കോട് റോഡ്, ഇത് കോഴിക്കോട് തൃശ്ശൂർ റോഡാണ്. അവിടെയാണ് കൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അവിടെയാണ് ആ സംഭവം ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ഏകദേശം 7 മാസം കൊണ്ടാണ് KNRCL ഇതുപോലെയുള്ള വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വടകരക്കാരൊക്കെ ഒന്ന് കണ്ടുവെക്കുക എങ്ങനെയാണ് വർക്ക് നടക്കുന്നത്. വടകര വാഗാടാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. എത്രത്തോളം ഇഴഞ്ഞാണ് അവിടുത്തെ പണികൾ നീങ്ങുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിലെ വർക്ക് വളരെ വേഗതയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡുണ്ട് സർവീസ് റോഡ്. ആ ഭാഗത്താണ് ഇപ്പോൾ ഗാർഡർ ലോഞ്ചിങ് ഏകദേശം 1, 2, 3, 4, 5 സ്പാനുകളുടെ മുകളിൽ ഗാർഡർ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പുറത്ത് ഗാർഡർ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പീറിൻ്റെ അവിടെ ബെയറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ആ ഭാഗത്താണ് നമ്മൾ കൂരിയാട് എന്താ പറയുക അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് വന്നൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ബാക്ക് സൈഡിലും ഇതേമാതിരി 2 പീറുകളുണ്ട്. അങ്ങനെയാണ് ടോട്ടലായിട്ട് 24 സ്പാനുകൾ ഈ പാലത്തിന് വന്നിരിക്കുന്നത്. ആ ഭാഗത്ത് ബെയറിങ്ങിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. തൊട്ടപ്പുറത്തുള്ളതിൽ
ഗാർഡുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്ക് ഷീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് പിന്നീട് സ്റ്റീൽ ബൈൻഡിങ് വരിക, പിന്നീട് കോൺക്രീറ്റിങ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ ഗാർഡുകൾ തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് കണ്ടോ നിങ്ങൾ, ക്രോസ് ആയിട്ട് ഒരു ഗാർഡർ സ്ഥാപിക്കുന്നുണ്ട്, ഒരു സ്റ്റീൽ ബൈൻഡിങ് കണ്ടോ. അതാണ് ഈ 5 ഗാർഡറുകളും തമ്മിൽ ബന്ധപ്പെടുത്തി നിർത്തുന്നത് കേട്ടോ. പിന്നെ ഇതാണ് കൂരാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റ് ഒരു പാലം കേട്ടോ. അത് ഹൈറ്റ് കൂടുതലായിരുന്നു, അത് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ അടുത്ത ഗാർഡർ പോകാനുള്ളതാണ്. ഇതിനെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത സ്പാൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതിനെ നല്ല രീതിയിൽ തന്നെ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. കണ്ട് ഈ ഭാഗം ഫുള്ളായിട്ട് ഹൈറ്റ് കുറച്ച് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്പാൻ വരുന്നത്. ആ സ്പാനിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ഗാർഡർ ഇതിൻ്റെ മുകൾ ഭാഗത്തുകൊണ്ടാണ് കടന്നു പോവുക. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് നമ്മളെ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള സർവീസുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്പാൻ കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ ഷട്ടറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളു. അപ്പോൾ ഈ 2 സ്പാൻ ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് 24 സ്പാൻ, ഒരു ഭാഗത്ത് 12ഉം ഒരു ഭാഗത്ത് 12 കേട്ടോ, അങ്ങനെ 24. അപ്പോൾ ഈ ഭാഗത്തുള്ള മണ്ണൊക്കെ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിങ് കഴിഞ്ഞ സ്ഥലം കേട്ടോ. കണ്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ സാധനമൊക്കെ എന്താ നിങ്ങൾക്ക് അറിയോ, ഇതാണ് ജിയോ ഗ്രിഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ. ഈ ജിയോ ഗ്രിഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ആറി ബ്ലോക്ക് ടൈറ്റ് ആക്കിയിരുന്നത്. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത് ഉണ്ടോ, ഫുള്ള് നെറ്റ്. പിന്നെ ഓരോ ലെയറായിട്ട് കമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തോന്നുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ, അതൊക്കെ മണ്ണ് കമ്പാക്ട് ചെയ്ത ഓരോ ലെയറാട്ടോ. അങ്ങനെ ഓരോ ലെയറായിട്ടാണ് കമ്പാക്ട് ചെയ്യുന്നത്. ഏകദേശം ഈ ഭാഗം വരെയാണ് ആ ഇത് ജിയോ ഗ്രിഡ് എന്ന് പറഞ്ഞ സംഭവം വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടാൽ നിങ്ങൾ ഇത്രയും ഭാഗം വരെ നീട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തിരക്ക് തീരില്ല. കാരണം കക്കാട് നിന്ന് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ്, അവിടെ തീരെ തിരക്കില്ല. ഇതിൻ്റെ മെയിൻ ഒരു കാരണം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡ് ചെന്ന് കയറുന്ന സ്ഥലം ഒരു ഹമ്പുണ്ട്. ആ ഹമ്പ് വലിയ വിഷയം തന്നെയാണ്. ഈ ഹമ്പ് വരുമ്പോൾ അത് ചാടുമ്പോഴുള്ള ബ്ലോക്കാണ് നിങ്ങൾ ബാക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മളെ അണ്ടർപാസിൻ്റെ അവിടുന്ന് ഒരു ക്രോസിങ്ങും വരുന്നുണ്ട് കൂരാട്. ഇതൊക്കെ കൂടി കൂടുമ്പോഴാണ് ഈ ഭാഗത്തുള്ളൊരു ബ്ലോക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കുറ്റിപ്പുറം പന്തേപാലത്ത് ഇതേമാതിരി മണ്ണിടിച്ചിട്ടുണ്ടായെന്നറിയില്ല. പിന്നീട് അവർ ചെയ്ത എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്നുണ്ട് ഒരു സംഭവം, മലേഷ്യൻ ടെക്നോളജിയാണ്. ആ സംവിധാനം ചെയ്തിട്ടാണ് പിന്നീട് അവിടെ സൈഡിലുള്ള കോൺക്രീറ്റ് വാളും ബാക്കി പണികളൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ ഇതേ വർക്ക് നമ്മളെ കണ്ണൂർ ബൈപ്പാസിൽ നടന്നിട്ടുണ്ട്, ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇൻഷാദ് പടിഞ്ഞാറ്റിൽ പോവുക, അതിലുണ്ട് ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത് നമ്മൾ 2025 വർഷത്തിലെ ലാസ്റ്റ് കൂരാടിൻ്റെ അപ്ഡേഷൻ കേട്ടോ. ഇനി നമുക്ക് 2026 നമുക്ക് കാണാം കൂരാടിൻ്റെ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്.